നമസ്കാരം. സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെയും ട്യൂഷൻ. ചില അധ്യാപകർ പകുതി സമയം സ്കൂളിലും പകുതി സമയം ട്യൂഷൻ ക്ലാസ്സിലുമാണ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി എടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പരിശോധനയും നടപടിയും കുറഞ്ഞതോടെ സർക്കാർ ശമ്പളം പറ്റുന്ന അധ്യാപകർ പറന്നു നടന്ന് സ്വകാര്യ ട്യൂഷൻ നടത്തുകയാണ്. സംസ്ഥാനത്തെ ചെറുതും വലുതുമായ എൻട്രൻസ് പരിശീലന സ്ഥാപനങ്ങൾക്കും സ്വന്തം നിലയ്ക്കുമാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ സ്വകാര്യ സേവനം ചെയ്ത് വൻതുക പോക്കറ്റിലാക്കുന്നത്. +1 കണക്ക് പരീക്ഷയുടെയും SSLC പരീക്ഷയിൽ ഇംഗ്ലീഷിന്റെയും ക്രിസ്മസ് പരീക്ഷ ചോദ്യ പേപ്പറുകൾ ചോർന്നതിന് പിന്നാലെയാണ് അന്വേഷണ നടപടിയും ശക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു. അന്വേഷണം നടത്തി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. സയൻസ് അധ്യാപകരാണ് ഇതിൽ മുന്നിൽ. ഹയർ സെക്കൻഡറി പരീക്ഷ കഴിയുന്നതോടെ ഇവരുടെ കൊയ്ത്തുകാലമാണ്. പല അധ്യാപകരും പരീക്ഷാ മൂല്യനിർണ്ണയ ജോലി പോലും ഉപേക്ഷിച്ചാണ് എൻട്രൻസ് പരീക്ഷകൾക്കുള്ള ക്രാഷ് കോഴ്സിനായി ഓടുന്നത്. തലസ്ഥാനത്തെ എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ ശമ്പളം പറ്റുന്ന അധ്യാപകർ ക്ലാസ് എടുക്കാൻ എത്തുന്നുണ്ട്. മണിക്കൂർ അടിസ്ഥാനത്തിൽ വേതനം പറ്റുന്ന അധ്യാപകർ ഈ ഇനത്തിൽ പ്രതിമാസം ലക്ഷത്തിലധികം രൂപയാണ് നേടുന്നത്. ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുന്നവരും ഏറെയാണ്. സമീപകാലത്ത് സർക്കാരിന്റെ പരിശോധന സംവിധാനം കാര്യക്ഷമമല്ലാതായതോടെ സ്വകാര്യ ട്യൂഷൻ എത്തുന്ന അധ്യാപകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ് കൂടി പ്രചാരത്തിലായതോടെ ഇവരുടെ അവസരവും വരുമാനവും വർദ്ധിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ പ്രവേശന പരീക്ഷയ്ക്ക് പുറമെ കേന്ദ്ര സർവകലാശാലകളിൽ ബിരുദ പ്രവേശനത്തിനുള്ള CUET പരീക്ഷയ്ക്കുൾപ്പെടെ കോച്ചിംഗ് വ്യാപകമാണ്. ഇതോടെ സയൻസ് അധ്യാപകർ അല്ലാത്തവർക്കും സ്വകാര്യ ട്യൂഷൻ സാധ്യത വർദ്ധിച്ചു. പ്രധാനമായും വിജിലൻസ് വിഭാഗമാണ് പരിശോധനയിലൂടെ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ പിടികൂടിയിരുന്നത്. പിടികൂടുന്നവർക്കെതിരെ സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇവരെ പിന്നീട് തിരിച്ചെടുക്കുകയും സസ്പെൻഷൻ കാലയളവ് സർവീസിനായി ക്രമീകരിച്ച് നൽകുന്നതും ഇത്തരക്കാർക്ക് ധൈര്യം പകരുന്നു. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ യൂട്യൂബ് ചാനൽ വഴി അർദ്ധവാർഷിക പരീക്ഷ ചോദ്യങ്ങൾ ചോരുന്നതിന്റെ അടിസ്ഥാന കാരണമായി വിദ്യാഭ്യാസ മന്ത്രി തന്നെ കാണുന്നത് അധ്യാപകർക്ക് ട്യൂഷൻ കേന്ദ്രങ്ങളുമായുള്ള ബന്ധം തന്നെയാണ്. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ കർശനമായി തടഞ്ഞാൽ മാത്രമേ ഇത്തരം കേന്ദ്രങ്ങൾ വഴിയുള്ള ചോദ്യ പേപ്പർ ചോർച്ചയും തടയാനാകൂ. പുതിയ സാഹചര്യത്തിൽ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിരീക്ഷിച്ച് നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. യൂട്യൂബ് ചാനലുകാരും ട്യൂഷൻ സെന്ററുകളും താൽക്കാലിക ലാഭത്തിനായാണ് ചോദ്യപേപ്പർ ചോർത്തുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ പുറത്തു പോകില്ല. ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള വെല്ലുവിളിയാണ്. ചോർത്തിയവർ വലിയ നേട്ടമായി യൂട്യൂബ് ചാനലുകളിൽ ഇരുന്ന് പറയുന്നത് മിടുക്കരായി കാണണ്ട. പരീക്ഷ നടത്തിപ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല. പരീക്ഷകൾ വീണ്ടും നടത്തുന്നതിൽ പിന്നീട് തീരുമാനമുണ്ടാകും. ഇപ്പോഴത്തെ പരീക്ഷ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമില്ല. സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന പലർക്കുമെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇത്തരക്കാരുടെ കണക്കുകൾ പിന്നീട് പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു.